കർത്താവിന്റെ അതിപരിശുദ്ധ നാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ IPC യജമാൻ ദൈവസഭയുടെ ഓൺലൈൻ വർഷിപ്പിലേക്ക് നിങ്ങളെല്ലാവരെയും വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശേഷാലിന്റെ പകൽക്കാലം ആദ്യമായി ഈ ഓൺലൈൻ സർവീസിൽ അറ്റൻഡ് ചെയ്യുന്ന 1-2 സുഹൃത്തുക്കളുണ്ട്. ബ്രദർ ജോൺസൺ, ബ്രദർ ടോം ജോസ്, ഇവർ രണ്ടുപേരെയും ദൈവനാമത്തിൽ ഈ ആരാധനയിലേക്കും ഈ വചന ശുശ്രൂഷയിലേക്കും ഞങ്ങൾ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ ഈ കൂട്ടായ്മ നിങ്ങളുടെ ജീവിതത്തിലും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതല്ലാതെ ഞാൻ പേരെടുത്ത് ഓർമ്മിക്കാത്ത മറ്റാരെങ്കിലും ഇതിൽ പങ്കെടുക്കുന്നവർ ആദ്യമായിട്ടാണെങ്കിൽ അവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. നമ്മെല്ലാം സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനും ബലപ്പെടുവാനുമുള്ള സമയമാണല്ലോ. 27-ാം സങ്കീർത്തനമാണ് ഇന്ന് രാവിലെ സമയം നമ്മളുടെ വിചിന്തനത്തിനായി നാം വായിച്ചത്. അതിന്റെ തലക്കെട്ടിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ഇത് 2 നിലകളിൽ ഈ സങ്കീർത്തനത്തെ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഭയത്തിലും ഭാരത്തിലുമായിരിക്കുന്ന ഒരു മനുഷ്യന്റെ നിലവിളിയായിട്ടും ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ഒരു മനുഷ്യന്റെ നന്ദി പ്രകാശനമായിട്ടും ഈ സങ്കീർത്തനത്തെ നമുക്ക് വേണമെങ്കിൽ അപഗ്രഥിച്ച് പഠിക്കുവാൻ സാധിക്കും. It can be thought as a cry from a person who is going through the troubles and fears, and at the same time this is a thanksgiving from a person who received deliverance from the Lord. ഇത് രണ്ടും ഒരുപോലെ ഈ വാക്യത്തിൽ സമ്മിശ്രമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സന്നിധിയിൽ ഓർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് അതിന്റെ പ്രാരംഭ 2-3 വാക്യങ്ങളിൽ നിന്നുള്ളതാണ്. വളരെ പ്രശസ്തവും നാം ഒക്കെയും അറിയുന്നതും ഒരുപക്ഷെങ്കിൽ മനഃപ്പാഠം നമുക്കറിയാവുന്ന വാക്യങ്ങളാണ് ഈ 27-ന്റെ പ്രാരംഭ വാക്യങ്ങൾ. Psalms 27 verses 1-3. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? The Lord is my light and my salvation, whom shall I fear? The Lord is the strength of my life, of whom shall I be afraid? Verse 2. എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. When the wicked, even my enemies and my foes, came upon me to eat up my flesh, they stumbled and fell. Verse 3. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. Though an host should encamp against me, my heart shall not fear. Thou should rise against me, in this will I be confident. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില വചനങ്ങളാണ് ദാവീദിലൂടെ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. 1-ാം വാക്യം തന്നെ വളരെ ആഴത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ ഇടം നൽകുന്ന ഒരു വാക്യമാണ്. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ഭയം, ഫിയർ, ആൻസൈറ്റി, വറി ഈ ദിനങ്ങളിൽ മനുഷ്യനെ മാനസികമായി ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആ
അവസ്ഥയുടെ പേരുകളാണ് ഞാൻ ഈ വിശേഷിപ്പിച്ചത്. ഇന്ന് പകൽക്കാലത്തെ പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ ഇന്നത്തെ കലീഷ് ടൈംസിന്റെ ഹെഡ്ലൈൻസ് വിളിച്ചു പറയുന്നു, The world is going through an anxiety. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു, COVID-19 is going to become an endemic from a pandemic. ഒരു മഹാവ്യാധിയിൽ നിന്ന് നിശേഷം സമൂലമാക്കാൻ പറ്റാത്ത ഒരു എൻഡമിക് ആയിട്ട് മാറാൻ പോകുന്നു. HIV എന്ന് പറയുന്ന വൈറസിനെ നിർമൂലമാക്കുവാൻ മനുഷ്യന് കഴിയത്തില്ല എന്ന് ശാസ്ത്രം പറയുന്നു. അതേ ഗണത്തിലേക്ക് ഈ COVID-19 എന്ന വൈറസും എത്തപ്പെടാനുള്ള സാധ്യതയാണ് ഇന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ഇതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുവാനുള്ള മാനസിക അവസ്ഥയിൽ എത്തിച്ചേരേണ്ടതാണ് ഇന്നത്തെ ആവശ്യകത. WHO പറയുന്നു, ഒരുപാട് തരം കൊറോണ വൈറസുകൾ ലോകത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ പോലൊക്കെയുള്ള പനിയും ചുമയും ഒക്കെ സീസണലായി നമുക്ക് കൊണ്ടുവരുന്നതൊക്കെയും നമ്മൾ വൈറൽ ഫീവർ ആണെന്നും വൈറൽ ചുമയാണെന്നൊക്കെ പറയുന്ന ആ സാധനങ്ങളൊക്കെ വരുത്തുന്നതെല്ലാം ഒരു തരം കൊറോണ വൈറസുകളാണ്. എന്നാൽ അതിലൊക്കെയും നമുക്ക് അതിൽ പലതിനും ട്രീറ്റ്മെന്റ് ഉണ്ട്. ഏത് വൈറസാണ് അത് വരുത്തിയതെന്ന് കണ്ടുപിടിച്ചാൽ അതിന് മരുന്നുണ്ട്, അതിന് തക്ക ആന്റിബയോട്ടിക് നമ്മൾ കഴിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള ശക്തി നമ്മൾ ആർജിക്കുന്നു, നമ്മൾ അതിനെ കീഴ്പ്പെടുത്തുന്നു. എന്നാൽ ഇന്ന് ഇപ്പോൾ നാം കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ എന്തായിത്തീരും, നാളെ എന്താകും, ഇങ്ങനായാൽ എന്റെ സ്ഥിതി എന്തായിത്തീരുമെന്ന് ഭാരപ്പെട്ട് ഭീതിയിലും വിചാരത്തിലും ആശങ്കയിലും കൂടെ ലോക ജനത മാത്രമല്ല, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും, ഞാൻ ഉൾപ്പെടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഫിയർ അല്ലെങ്കിൽ ഭയമെന്നുള്ളത്. ഭയത്തിനെ നിർവചിച്ചാൽ ഡിക്ഷണറിയുടെ വാക്യത്തിൽ നാളെ വരാനിരിക്കുന്ന എന്തോ അപകടത്തെ കുറിച്ച് ഓർത്ത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു വികാരത്തെയാണ് ഭയമെന്ന് പറയുന്നത്. It is a state of emotion in which a man thinks about a danger which is supposed to come in the future. നാളെ നാം എത്തിച്ചേരാവുന്ന ഒരു രോഗത്തെ കുറിച്ചോ ഒരവസ്ഥയെ കുറിച്ചോ ഓർത്ത് നാം വിചാരപ്പെടുന്നതിനെയാണ് ഭയമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭൂമിയിലായിരിക്കുന്ന സകല മനുഷ്യരും ഒരു വലിയ ഭയത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. അതുകൊണ്ടുകൂടെ തന്നെയാണ് ഇന്ന് ഈ വാക്യമെടുത്ത് ആ വിഷയത്തെ അഭിസംബോധന ചെയ്യണമെന്ന് എനിക്കും പ്രേരണയുണ്ടായത്. ഈ ഭയത്തെ മാറ്റുവാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു? ദാവീദ് തന്റെ അനുഭവത്തിലൂടെ താൻ പറയുകയാണ്, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടത്തില്ല. ഓ, എന്തൊരു ധൈര്യമാണ് നോക്കി അല്ലേ? താൻ ഭയപ്പെടാതിരിക്കുന്നതിന്റെ കാരണം താൻ ഒന്നാം വാക്യം
വാക്യത്തിൽ പറയുന്നുണ്ട് എന്താണ്? യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാണ്. God is my light and my salvation, then why should I fear? എത്ര വലിയ സൈന്യം വന്നാലും, എത്ര വലിയ കൊറോണ വന്നാലും, എത്ര വലിയ മഹാവ്യാധി പിടിപ്പെട്ടാലും എന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഉറപ്പ് ഉള്ളവന് പറയാൻ പറ്റുന്ന ഒരു വാക്യമാണ് ദാവീദ് പറഞ്ഞത്. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. നമുക്ക് കോൺഫിഡൻസോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കുമോ? Though war breaks out against me, even then I will be confident. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന പദത്തിന്റെ പേരാണ് നിർഭയം. അനാവശ്യമായി ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഭയം ഉള്ളിൽ കടക്കാതിരിക്കണമെങ്കിൽ ഭയത്തിന് ഇടം കൊടുക്കാതെ വണ്ണം വെളിച്ചമാകുന്ന ദൈവം എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. അതകത്ത് നിറഞ്ഞു നിന്നാൽ പിന്നെ ഭയത്തിന്റെ ഇരുളിന് നമ്മുടെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ സാധ്യമല്ല. ഒരിക്കൽ ഒരു ഗുരു തന്റെ 2 ശിഷ്യന്മാർക്ക് അവരെ പരീക്ഷിക്കുവാൻ ഒരു എക്സസൈസ് കൊടുത്തത് ഞാനിങ്ങനെ ഓർക്കുന്നു. അവർക്ക് 2 പേരോടും ഓരോ മുറികൾ കാണിച്ചു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ 2 പേരും അവരവർക്ക് ലഭിച്ചിരിക്കുന്ന മുറികൾ നിറയ്ക്കണം. ഒരു വിദ്യാർത്ഥി താൻ ഓടി നടന്ന് ചുറ്റുപാടിലും കിട്ടാവുന്ന കച്ചിയും തുരുമ്പും പാത്രങ്ങളും എന്തൊക്കെ ആക്രികളൊക്കെ കിട്ടാമോ ചപ്പ് ചവറുകളെല്ലാം വാരിക്കൊണ്ട് വളരെ ബന്ധപ്പെട്ട് തന്നെ കൊണ്ട് കഴിയുന്ന നിലയിലൊക്കെ സമയം തീരുന്നതിന് മുമ്പേ അത് നിറയ്ക്കാൻ ശ്രമിച്ചു. എന്നിട്ടും പൂർണ്ണമായി തനിക്ക് ആ സമയത്തിനുള്ളിൽ നിറയ്ക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ മറ്റേ മിടുക്കനായ വിദ്യാർത്ഥി താൻ പരവേശപ്പെട്ടില്ല. താൻ ഓടി നടന്നത് എന്താണ്, താൻ വശം കെട്ടില്ല. താൻ വളരെ ബുദ്ധിപരമായി ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ. ആ മുറിക്കകത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. നാം നോക്കുമ്പോൾ ലോകത്തിന്റെ കണ്ടുകൊണ്ട് നോക്കിയാൽ നിറഞ്ഞിരിക്കുന്നത് ചപ്പും ചവറും നിറച്ച മുറിയാണെന്ന് തോന്നാം. എന്നാൽ ഗുരു മിടുക്കനായിട്ട് കണ്ടത് ആ വെളിച്ചം കത്തിച്ചു വെച്ച ആ വിദ്യാർത്ഥിയാണ്. കാരണം ആ വെളിച്ചം ആ മുറിയെ മുഴുവനായി നിറച്ചു വെച്ചിരുന്നു. അതിനകത്തിനി മറ്റൊന്നും കടക്കാൻ കഴിയാതെ വണ്ണം ആ മുറി നിറച്ചും വെളിച്ചമായിരുന്നു. അങ്ങനെയാണെങ്കിൽ വെളിച്ചമാകുന്ന ദൈവം നമ്മുടെ ഉള്ളു മുഴുവൻ നിറഞ്ഞിരുന്നാൽ പിന്നീട് അതിനകത്തോട്ട് മറ്റൊന്നിനും കടക്കാൻ കഴിയാതെ വണ്ണം അതിനെ നിറച്ചു വെച്ചാൽ ഈ ഭയത്തെ നമുക്ക് പുറത്താക്കാൻ കഴിയുമെന്നാണ് ദാവീദ് തന്റെ അനുഭവത്തിലൂടെ പറയുന്നത്. David says that if you can fill the light of God inside you, so that there won't be any room for anything else to get in, മറ്റൊന്നിനും കടന്നു വരുവാൻ കഴിയാത്ത നിലയിൽ നിന്റെ ഉള്ള് നിറയ്ക്കുക. വേദപുസ്തകത്തിൽ ഭയത്തെ പുറത്താക്കാൻ പ്രസ്താവിക്കപ്പെട്ടിട്ടില്ല ഉള്ള ഏറ്റവും വിഖ്യാതമായ ഒരു വാക്യമാണ് ഞാൻ ഇനി അടുത്തത് ഓർപ്പിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ചിന്തയിൽ ആ വാക്യം വന്നു കാണും. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ
18 വാക്യം. 1 John chapter 4 verse 18. How can we live without fear? സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. There is no fear in love, but perfect love casteth out fear, because fear hath torment. He that feareth is not made perfect in love. So the perfect love casts out fear. There is no fear in love. സ്നേഹത്തില് എന്തില്ല? ഭയമില്ല. സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. തികഞ്ഞ സ്നേഹം, perfect love. This is what David is telling here. If you have a perfect love, there is no scope for anything else to get in there. ഒരു തികഞ്ഞ സ്നേഹം നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ ഹൃദയത്തിനകത്തോട്ട് ഭയത്തിനോ ചിന്തകൾക്കോ വിചാരങ്ങൾക്കോ ആകുലതകൾക്കോ ഒന്നും കടന്നു ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അത് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട്, തികഞ്ഞിരിക്കുന്നത് കൊണ്ട്, പെർഫെക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ടിരിക്കുന്നത് കൊണ്ട് there is no chance for anything else to get inside there. എങ്ങനെ തികഞ്ഞ സ്നേഹത്തിൽ നമുക്ക് ഭയത്തെ പുറത്താക്കാമെന്ന് അല്പസമയം കൊണ്ട് നമ്മൾ ഈ വിഷയത്തെ ഒന്ന് ചിന്തിക്കാമെന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. ഫിയർ, ആൻസൈറ്റി, worry. Where does this fear come from? എവിടെ നിന്നാണ് ഭയം വരുന്നത്? ഭയത്തിന്റെ ഉറവിടം എവിടെയാണ്? Where is the source of fear? ഭയമെന്ന് ആദ്യം പറഞ്ഞവന്തും ആദിമ മനുഷ്യൻ തന്നെ. എവിടെയാണ് വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് ഭയമെന്ന വാക്ക് ഉപയോഗിച്ചത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, Genesis chapter 3 verses 8 onwards, യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. Verse 10, Genesis chapter 3 verse 10. എന്താണ് അവിടെ പറയുന്നത്? തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട്, and he said, I heard thy voice in the garden and I was afraid because I was naked and I hid myself. ഇവൻ നഗ്നനാകാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചതാണ് താൻ നഗ്നനാകാനുള്ള കാരണം. അതിനെയാണല്ലോ നമ്മൾ പാപം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തോട് കാട്ടിയ അനുസരണക്കേട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കിനെക്കാട്ടിൽ മറ്റൊരുവന്റെ വാക്കിനെ വിശ്വസിച്ചത് പാപമാണെങ്കിൽ ആ പാപത്തിന്റെ പുറകിൽ വർക്ക് ചെയ്ത ശക്തി എന്താണെന്ന് നമുക്കറിയാം. അവരെ അതിലേക്ക് തള്ളിവിട്ടത് പിശാചാണ് എന്ന് നമുക്ക് നല്ലവണ്ണം ആ ഭാഗം അറിയാവുന്നവർക്ക് വ്യക്തമാണല്ലോ. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പാപത്തിൽ നിന്ന് ഭയം വന്നെങ്കിൽ ആ
ഉരുവാക്കപ്പെട്ടുവെങ്കിൽ ഈ പാപം മനുഷ്യന്റെ ഉള്ളിൽ വിതച്ചത് മറ്റാരുമല്ല, ഈ ഭയം മനുഷ്യന്റെ ഉള്ളിൽ വിതച്ചത് മറ്റാരുമല്ല, പിശാചാണ്. അവന്റെ വാക്കുകളെ വിശ്വസിച്ച് അവന്റെ മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങി കൺമോഹത്തിലും ജഡമോഹത്തിലും ജീവന്റെ പ്രതാപത്തിലും കുടുങ്ങി ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ പാപം ചെയ്തു. അവന്റെ ഉള്ളിൽ ഭയം കയറി. എന്താണ് ഭയം? ദൈവത്തെ കാണാൻ കഴിയാത്ത നിലയിൽ അവൻ ഒളിച്ചിരിക്കത്തക്ക ഭയം. ആത്മാവായിരുന്ന ദൈവം അവന് കൊടുത്തിരുന്ന തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ അവൻ നഗ്നനാണെന്ന് ബോധ്യപ്പെട്ടു. ദൈവത്തിന് അടുത്തിന് ചെല്ലാൻ കഴിയില്ല എന്നവന് മനസ്സിലായി. അവന്റെ കുറവുകൾ ബോധ്യപ്പെട്ടപ്പോൾ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ ഭയപ്പെട്ട് ഒളിച്ചിരിക്കാൻ തുടങ്ങി. വേദപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം അവിടെയാണ് ഉന്നയിക്കപ്പെട്ടത്. മാൻ, വേർ ആർ യു? മനുഷ്യ, നീ എവിടാ? ഇന്നും സ്വർഗത്തിലെ ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന, മാനവരാശിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മനുഷ്യ നീ എവിടാ? സകല നന്മകളും കൊടുത്ത ഏദൻ പരദീസയുടെ നന്മകൾ അനുഭവിച്ച് ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട ആക്കിവെച്ച മനുഷ്യൻ തന്റെ ദൗത്യത്തിൽ നിന്ന് മാറി തന്റെ സൃഷ്ടിതാവായ ദൈവത്തെ ഉപേക്ഷിച്ച് തന്റെ ഇഷ്ടപ്രകാരം പിശാചിന്റെ മോഹവലയങ്ങളിൽ കുടുങ്ങി തന്റെ ഹിതപ്രകാരം തോന്നിയതുപോലെ ജീവിക്കാൻ ആരംഭിച്ചപ്പോൾ ദൈവത്തിന് അവനെ മടക്കിക്കൊണ്ടുവന്നേ പറ്റൂ. അതിന് കാലാകാലങ്ങളായി ദൈവം പലപ്പോഴും ലോക ജനതയെ സന്ദർശിച്ചിട്ടുണ്ട്. ഇതും ഈ കാലഘട്ടവും അങ്ങനെ ഒരു സന്ദർശനമാണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ് നിന്റെ ഭയത്തെ പുറത്താക്കുക. The source of the fear is Satan, and through sin, Satan has sowed the seeds of fear into your heart. പാപം ചെയ്യിപ്പിച്ച് പാപത്തിലൂടെ ഭയത്തിന്റെ, ഭീതിയുടെ, ആശങ്കകളുടെ, വിചാരങ്ങളുടെ വിത്ത് നിന്റെ അകത്ത് പിശാച് പാകി. അങ്ങനെയാണെങ്കിൽ അതിനെ പുറത്താക്കാൻ, നിന്റെ അകത്ത് പിശാചിട്ട ഈ ഭയത്തെ പുറത്താക്കാൻ ദൈവം കണ്ടുപിടിച്ച മറുമരുന്നാണ് സ്നേഹം. എന്താണ് മനുഷ്യ ദൈവം നമ്മോട് കാണിച്ച സ്നേഹം? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ ഏകജാതനെ തന്നെ തന്ന് എന്നെയും നിങ്ങളെയും സ്നേഹിച്ച ആ സ്നേഹം ഓർക്കുമ്പോൾ, ആ സ്നേഹം നിന്റെ ഉള്ളിൽ നിറയുമ്പോൾ പിന്നെ നിനക്ക് ദൈവത്തിൽ നിന്നുള്ള ശിക്ഷാവിധിയെ കുറിച്ചുള്ള ഭയമല്ല വേണ്ടിയത്. നിനക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം നിറയുമ്പോൾ നിന്റെ അകത്ത് കയറിയ ഭയം പുറത്താകണം. ആൻസൈറ്റി, ആൻഷ്യസ്, ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു രോഗത്തെ മനഃശാസ്ത്ര ഭാഷയിൽ വിളിക്കുന്ന ഒരു പേരാ ആൻസൈറ്റി. We all are anxious. Anxious about what is going to happen tomorrow. നാളെ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വിചാരം. ഇങ്ങനെ പോയാൽ എന്റെ സ്ഥിതി എന്താകുമെന്നുള്ള വിചാരം. ഇങ്ങനെ പോയാൽ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി തീരുമെന്നുള്ള വിചാരം. ഇങ്ങനെ പോയാൽ എന്റെ ബിസിനസിന്റെ
ഗതി എന്തായി തീരുമെന്നുള്ള വിചാരം. ഇങ്ങനെ പോയാൽ എന്റെ നിലനിൽപ്പ് തന്നെ എങ്ങനെയായിരിക്കുമെന്നുള്ള വിചാരം. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം, Philippians chapter 4 verse 6. Be careful for nothing, but in everything by prayer and supplication with thanksgiving let your requests be made known unto God. Be careful for nothing എന്നുള്ളതിന് NKJV കൊടുത്തിരിക്കുന്ന തർജ്ജിമ, do not be anxious or do not care about anything. Don't be anxious. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക വേണ്ടത്. Bring everything to God in prayer. And make it known to God. പൗലോസ് പറയുന്നു, വിചാരപ്പെടുന്നതൊന്നും കാര്യമില്ല. മറിച്ച് നിന്റെ ആവശ്യങ്ങൾ എന്താണോ, നിന്റെ പ്രശ്നങ്ങൾ എന്താണോ, നിന്റെ പ്രോബ്ലംസ് എന്താണോ, നിന്റെ ആഗ്രഹങ്ങൾ എന്താണോ, അതൊക്കെയും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ വെക്ക്. Can we just read verse 7 also? അതിന്റെ അടുത്ത വാക്യം, എന്നാൽ എന്തൊരു നല്ല വാക്യമാണ്. ഭയമല്ലേ നിന്റെ ഉള്ളിലുള്ളത്, ആശങ്കയല്ലേ നിന്റെ ഉള്ളിലുള്ളത്. ഇന്ന് പകൽക്കാലം ആശങ്കകൾ മാറ്റി സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കുവാൻ തക്കവണ്ണം കരുണയുള്ള ഒരു മഹാദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും സ്നേഹിക്കുന്നതെന്നും സേവിക്കുന്നതെന്നും ആരാധിക്കുന്നതെന്നുമുള്ള ബോധ്യം ഉള്ളിൽ വരുമ്പോഴാണ് ആ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാ പൗലോസേ സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം എന്ന് പറയുന്നത്? കാരണം നിന്റെ ബുദ്ധിമണ്ഡലത്തിലാണ് നീ ഇതെല്ലാം ചിന്തിച്ചു കൂട്ടുന്നത്. നിന്റെ ഇന്റലക്ച്വൽ റലമിലാണ് നീ ഇതെല്ലാം ചിന്തിച്ചു കൂട്ടുന്നത്. അതുകൊണ്ടാണ് നിന്റെ ബുദ്ധിക്കപ്പുറം നിന്നെ സഹായിക്കാൻ കഴിയുന്ന, സമാധാനിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിന്റെ ഉള്ളങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ. സാധാരണ ഈ വിഷയം പറയുമ്പോൾ ഞാൻ ഓർമ്മിക്കാറുള്ള പഴമക്കാരുടെ ഒരു പഴമൊഴിയുണ്ട്. നിങ്ങളിൽ പലരും അത് പറഞ്ഞു കഴിഞ്ഞു. ചിന്തിച്ചാൽ ഒരന്തവുമില്ല, ചിന്തിച്ചില്ലേ ഒരു കുന്തവുമില്ല. ചിന്തിച്ച് ചിന്തിച്ച് തന്റെ നീളത്തോട് ഒരു ചാൻ കൂട്ടാൻ കഴിയുന്നവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒരിക്കൽ ഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു. അപ്പൊ പിന്നെ ചിന്തിച്ചാൽ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണോ മനുഷ്യ നീ ചിന്തിക്കുന്നതെന്ന സ്വർഗത്തിലെ ദൈവം ചോദിക്കുന്ന ചോദ്യം. ചിന്തിച്ച് ചിന്തിച്ച് ഹൃദയം ഉണ്ടാക്കി മനസ്സിന് ക്ഷീണവും തളർച്ചയും ഇട്ട് അത് നിന്റെ ശരീരത്തെ ക്ഷീണിപ്പിച്ച് അത് നിന്നെ രോഗിയാക്കി നിന്നെ തളർത്തി കളയുമെന്നുള്ളതല്ലാതെ അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല എന്ന് ശാസ്ത്രവും വൈദ്യശാസ്ത്രവും വിളിച്ചു പറയുന്നു.
സ്തോത്രം. ഈ കോവിഡ് കാലത്ത് ദൈവം മനുഷ്യന് ചെയ്ത ഏറ്റവും വലിയ പ്രയോജനങ്ങളിൽ ഒന്ന് അവന്റെ 90% രോഗങ്ങളും അവന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണെന്ന് ഇന്ന് ദൈവം നമ്മെ പഠിപ്പിക്കാൻ ഒരു കൊറോണയെ ഉപയോഗിച്ചെങ്കിൽ തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം ആശുപത്രിയിൽ ഓടിക്കൊണ്ടിരുന്നവന് ഇന്നിപ്പം ആശുപത്രി വേണ്ട. കാരണം പോകാൻ പേടിയാണല്ലോ. നിന്റെ ആരോഗ്യത്തിനും നിന്റെ നിലനിൽപ്പിനുമുള്ളതൊക്കെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെന്നും വിവേകത്തോടുകൂടി ഈ ഭൂമിയിൽ പാർത്ത് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുവാൻ ദൈവം ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ നാളുകളിൽ പിന്നെയും മനുഷ്യൻ ആരോഗ്യ മേഖലയിൽ മടങ്ങി വരുവാൻ സാധിച്ചു എന്നുള്ളത് ദൈവം ഈ കാലഘട്ടത്തിൽ മനുഷ്യനോട് ചെയ്ത വലിയൊരു ഉപകാരമാണ്. അനേകർ പറയുന്നു സമ്പത്ത് കുറഞ്ഞു പോയി, വരുമാനമില്ലെന്ന്. നീ എന്തിനാണോ മനുഷ്യ ഭാരപ്പെടുന്നത്? നിനക്ക് വരുമാനമില്ലെങ്കിൽ നിന്റെ ചെലവ് കുറഞ്ഞില്ലേ? ഇന്ന് 1500 പേർക്ക് ശാപ്പാട് കൊടുത്ത് കല്യാണം നടത്തണ്ടല്ലോ. ഇന്ന് 4-5 ലക്ഷം രൂപയുടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തണ്ടല്ലോ. കാശിന്റെയും സമാധാനത്തോടെ മരിക്കാമല്ലോ. ഇന്ന് തൊടുന്നതിനും പിടിക്കുന്നതിനും ഒന്നും പാർട്ടി വേണ്ടല്ലോ. സ്വന്തം ഒരിടത്തിലെ കൃഷി കൊണ്ട് ജീവിക്കാൻ പഠിച്ചില്ലേ? അപ്പൊ എന്തിനാ കൂടുതൽ ചെലവൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഒത്തിരി കാശ്? അപ്പോൾ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ദൈവവും കാര്യങ്ങളെ ക്രമീകരിക്കുമെന്ന് ബോധ്യപ്പെടാം. ഇതെല്ലാം ഇങ്ങനെ അങ്ങ് കുത്തഴിഞ്ഞു പോകും, ഇതെല്ലാം അങ്ങ് നശിക്കും എന്നൊന്നും ചിന്തിച്ച് ഉള്ളിൽ ഭാരപ്പെടാതെ ദൈവത്തിന് സകലത്തിന്മേലും ഒരു കൺട്രോൾ ഉണ്ട്. ഇംഗ്ലീഷിൽ ഒരു പറച്ചിലുണ്ട്, the God is in control, the God is in throne, he is seeing everything. ദൈവം സകലത്തിന്റെ മേലും നിയന്ത്രണമുള്ള ദൈവമാണ്. അവൻ സകലവും അറിയുന്നു. നീ വിചാരപ്പെടുന്നത് കൊണ്ട് അതിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. യെശയ്യാ പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. യെശയ്യാ 35-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. ഐശയ്യാ chapter 35 verse 3 and 4. തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ. Strengthen ye the weak hands and confirm the feeble knees. Next verse. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്നു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറവിൻ. ഇന്ന് പകൽക്കാലം ഒന്ന് പറ, കുഴഞ്ഞ കൈയും തളർന്ന മുഴങ്കാലും ഉള്ളവരെ, ഇന്ന് പകൽക്കാലം ധൈര്യപ്പെട, ഭയപ്പെടേണ്ട, എന്റെ ദൈവം നിങ്ങളെ വന്ന് രക്ഷിക്കും. അവൻ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല. Those who with fearful hearts be strong, do not fear. വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ആശങ്കപ്പെടുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. നീ എന്തൊക്കെ നിന്നെ കുറിച്ച് വിചാരപ്പെട്ടാലും ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വിചാരങ്ങൾ വേറെയാണ് എന്ന് വചനം ഓർപ്പിക്കുന്നു. അപ്പൊ പിന്നെ ദൈവത്തിന്റെ വിചാരങ്ങൾ നടക്കുമോ എന്നോ എന്റെയും
യെശയ്യാവ് 55:8 വാക്യം നമുക്കൊക്കെ മനപ്പാഠം അറിയാവുന്ന ഒരു വാക്യമാണ്. എന്റെ വിചാരങ്ങൾ, ഐശയ്യാ 55:8, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. Verse 8. For my thoughts are not your thoughts, neither are your ways my ways, says the Lord. നിനക്ക് വിചാരമുണ്ടോ? ഉണ്ട്. പക്ഷെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, കുഞ്ഞ്, നീ വിചാരപ്പെടുന്നതിലും കൂടുതൽ നിന്നെ കുറിച്ച് വിചാരപ്പെടുന്നതിനാ ഞാന്. എനിക്ക് നിന്നെ കുറിച്ച് വിചാരമുണ്ട്. എന്റെ ദൈവമേ, എന്റെ ഗതി എന്താകും? നാളെ എനിക്ക് എന്ത് ഭവിക്കും? എന്നെ കുറിച്ച് ആർക്കും ഒരു വിചാരമില്ലല്ലോ എന്ന് ഒരു പക്ഷത്തിൽ നിന്റെ മുറിക്കകത്തിരുന്ന് നീ തേങ്ങി കരഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം അതിന് മറുപടി തരിക. യെസ്, ഐ ഡു തിങ്ക് അബൌട്ട് യു. ഞാൻ നിന്നെ കുറിച്ച് വിചാരപ്പെടുന്ന ദൈവമാ. പക്ഷെ വ്യത്യാസം ഒന്നേ ഉള്ളൂ. നീ വിചാരിക്കുന്നത് പോലെയല്ല നിന്നെ കുറിച്ചുള്ള എന്റെ വിചാരങ്ങൾ. നമ്മുടെ വിചാരങ്ങൾ തമ്മിൽ ഒത്തുപോകാത്തതാണ് നമ്മുടെ ഭയത്തിന്റെ കാര്യം. എന്നെ കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഭയത്തിന്റെ ഒരു കാര്യവുമില്ല. സ്വർഗത്തിലെ ദൈവം പറയുക, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളല്ല, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരം. പക്ഷെ ഒരു കാര്യത്തിന് ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി എന്താണെന്നറിയാമോ? നീ ചിന്തിക്കുന്നതിലും നീ വിചാരിക്കുന്നതിലും നിനക്ക് വേണ്ടി നീ കണ്ടുപിടിച്ചു വെച്ച വഴികളിലും എത്രയോ എത്രയോ ബെറ്ററാണ്, ബെസ്റ്റാണ് ഞാൻ നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന വഴികളൊന്നും പ്ലാൻസ് ഒന്നും തിരിച്ചറിയുമ്പോൾ നിന്റെ അകത്തെ ഭയം മാറി ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ നിന്നെ സഹായിക്കും. Yes, the Lord says, I have a better plan for you. മനുഷ്യ, നീ നിന്നെ കുറിച്ച് ഇട്ടിരിക്കുന്ന പദ്ധതികളെക്കാട്ടിലും പ്ലാനുകളെക്കാട്ടിലും അപ്പുറത്താണ്, ഉന്നതമാണ് എനിക്ക് നിന്നെ കുറിച്ചുള്ള വിചാരവും ഞാൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന വഴികളും. അങ്ങനെയാണെങ്കിൽ ഭാരത്തിന്റെയും പ്രയാസത്തിന്റെയും നെടുവീർപ്പിന്റെയും ആവലാതിയുടെയും ഒക്കെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് എന്നെ കുറിച്ചുള്ള വിചാരങ്ങളും വഴികളും തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഈ ഭയത്തിനൊക്കെ കാരണം. ഒരിക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് അക്കരയ്ക്ക് യാത്ര ചെയ്യുക. ഗെനസരത്ത് തടാകത്തിൽ. നമുക്കറിയാം, ഗദരദേശത്തേക്ക് ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കാൻ പോകുന്ന ആ മിഷനിൽ അവരുടെ യാത്രാമധ്യേ യേശു പടകിലുണ്ട്. കാറ്റടിച്ചു, കോളിളകി, തിരമാലകൾ പൊങ്ങി. അവരാകെ പരിഭ്രമിച്ചു, ഭയപ്പെട്ടു. അവർ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അവരധ്വാനിക്കാവുന്നതെല്ലാം അധ്വാനിച്ചു. വള്ളത്തിൽ കയറിയ വെള്ളമൊക്കെ എത്രമാത്രം കോരിക്കളയാമോ അതൊക്കെ കോരി. അവരെ കൊണ്ട് എങ്ങനെയൊക്കെ തണ്ടുവലിച്ച് അതിനെ നേരെ നിർത്താൻ ശ്രമിച്ചോ അതെല്ലാം അവർ ചെയ്തു. They did everything what is possible physically by them to steady their boat, but they couldn't do that. അവരെത്ര ശ്രമിച്ചിട്ടും അവരുടെ മാനുഷിക ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കഴിഞ്ഞ നാളുകളിലെ അവരുടെ പഠനം കൊണ്ടും അവരുടെ അനുഭവം കൊണ്ടും ആ മുങ്ങാൻ പോകുന്ന ബോട്ടിനെ പിടിച്ചു നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവർക്ക് വിരോധമായ വന്ന കാറ്റും കോളും
തിരമാലയും അവരുടെ കൺട്രോളിനപ്പുറത്തായിരുന്നു. നിന്റെ കൺട്രോളിനപ്പുറത്ത് നിനക്ക് നേരെ പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ സഹോദര തിരിച്ചറി, നിന്റെ ബോട്ടിൽ ഒരുവൻ കിടപ്പുണ്ട് എന്ന് പകലിൽ അവനെ ഉണർത്ത്. അവൻ നിന്റെ ആശങ്കകൾക്ക് മറുപടി തരുന്നവനാണ്. Yes, my God has an answer for your problem. When Jesus is in your boat, why are you worried about? എന്ത് കണ്ടാണ് നീ ആശങ്കപ്പെടുന്നത്? എന്തിനെ ഓർത്താണ് നീ ആശങ്കപ്പെടുന്നത്? സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ നിന്റെ ബോട്ടിലുള്ളപ്പോൾ നീ എന്താ ഭയപ്പെടുന്നത്? ഉറങ്ങിയ ഗുരുവിനെ തട്ടി ഉണർത്തിയിട്ട് ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? Are you not concerned about us? God says, yes, I am much more concerned about you, more than what you concerned about yourself. നീ നിന്നെ കുറിച്ച് വിചാരിക്കുന്നതിൽ കൂടുതൽ കുഞ്ഞെ ഞാൻ നിനക്ക് വേണ്ടി കൺസേൺഡ് ആണ്. ഇതുവരെ നീ തകർന്നു പോകാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതുവരെ നീ ഇല്ലാതായി പോകാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പ്രതിസന്ധികൾ ഒന്നിനു നേരെ ഒന്നൊന്ന് ആഞ്ഞടിച്ച് തിരമാലകൾ പോലെ ഓരോന്നിന് പുറകെ ഓരോന്നായിട്ട് നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ നീ തകർന്നു പോകാതെ, വീണു പോകാതെ, പരിഹസിക്കപ്പെടാതെ ഇതുവരെ നിന്നെ നിർത്തിയത് ഞാൻ നിന്റെ അമരത്ത് തലവെച്ച് കിടന്ന് നിന്നെ സംരക്ഷിച്ചത് കൊണ്ടാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവില് ദൂത് വിളിച്ചു പറയുക. നിന്റെ മിടുക്ക് കൊണ്ടല്ല നീ നിന്നത്, നിന്റെ കഴിവ് കൊണ്ടല്ല നീ നിന്നത്. നീ തകർന്നു പോകാതെ നിന്റെ ബലഹീന വശങ്ങളെ ഞാൻ താങ്ങി നിർത്തിയതാ. ഒരു ചെറിയ തിരയുടെ കേമത്താൽ തകർന്നു പോകാൻ സാധ്യതയുള്ള നിന്റെ അമരമുണ്ടല്ലോ, നിനക്ക് ഡയറക്ഷൻ തരുന്ന നിന്റെ ആ പാർട്ട്, അത് ഉടഞ്ഞു പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. അത് പോയാൽ പിന്നെ നീ നടുക്കടലിൽ എന്നും കിടന്ന് വട്ടം കറങ്ങുകയല്ലാതെ നീ അങ്ങേക്കരയിൽ എത്തത്തില്ലെന്നുള്ളത് ഉറപ്പായിരുന്നു. പിശാച് ആഗ്രഹിച്ചതും അത് തന്നെയായിരുന്നു. ഈ ബോട്ടിന്റെ അമരം എങ്ങനെയെങ്കിലും ഉടച്ച് ഇതിന്റെ ഡയറക്ഷൻ തെറ്റിച്ച് ഒരിക്കലും അങ്ങേക്കരയിൽ എത്താതെ വണ്ണം ഇതിനെ നടുക്കടലിൽ മുക്കിക്കളയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വ്യാപരിച്ച ദുഷ്ടശക്തികളുടെ മേൽ അധികാരമുള്ള യേശു ഉണർന്നു കഴിഞ്ഞപ്പോൾ, യേശുവിനെ ഉണർത്തി കഴിഞ്ഞപ്പോൾ, യേശു പ്രതികരിച്ചപ്പോൾ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വാസ്തവത്തിൽ യേശു ശാസിച്ചത് കാറ്റിനെയും കടലിനെയും അല്ല, മറിച്ച് ആ കാറ്റും കോടും വരുത്തിയ ഗദരദേശത്തെ ഭൂതഗ്രസ്തനിൽ വ്യാപരിച്ച ആ ഭൂതങ്ങളെ ആയിരുന്നു എന്ന് അടുത്ത അധ്യായം വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. യേശു പ്രശ്നത്തെ പരിഹരിക്കുമ്പോൾ ഇങ്ങനെ ആകട്ടോ, പ്രത്യക്ഷത്തിൽ നീ കാണുന്നതിനെ മാത്രമല്ല യേശു കാണുന്നത്, അദൃശ്യ മണ്ഡലത്തിൽ in the invisible world there is something which is fighting against you, and our God Almighty is capable enough to see the things in the invisible realm, and He is able to cast out everything which is causing trouble to you. നിനക്ക് വിരോധമായി അദൃശ്യ മണ്ഡലത്തിൽ ഉയരുന്ന സകല ദുഷ്ടശക്തികളെയും കണ്ട് അതിനെ ഉന്മൂലനാശം ചെയ്ത് അതിനെ ഇല്ലായ്മ ചെയ്ത് നിന്റെ പ്രശ്നത്തിന് എന്നേക്കും പരിഹാരം വരുത്താൻ കഴിയുന്നവൻ നിന്റെ ഉള്ളിലുള്ളപ്പോൾ കുഞ്ഞെ നീ എന്തിനാ മുറവിളിയിടുന്നത്? Yes, I have a concern about you. I do really think about you. ഞാൻ വാസ്തവമായി നിന്നെക്കുറിച്ച് വിചാരമുള്ളവനാണെന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മളോട് വിളിച്ചു പറയുകയാണ്.
ജ്ഞാനിയായ സലോമോൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, an anxious heart weighs a man down. Proverbs chapter 12 verse 25. സദൃശവാക്യം 12-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സ് ഇടിഞ്ഞുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. Heaviness in the heart of man maketh it stew, but a good word maketh it glad. മനോവ്യസനം ഹേതുവായി നിന്റെ മനസ്സിടിഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇന്ന് സർവശക്തനായ ദൈവത്തിന്റെ വചനമാണ് നീ കേൾക്കുന്നത്, ഒരു നല്ല വാക്കാണെന്ന് കേൾക്കുന്നത്, അതിന്ന് പകൽക്കാലം നിന്നെ സന്തോഷിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഒരിടത്തൊന്നും ഒരു നല്ല വാക്ക് കേൾക്കാനില്ലല്ലോ. ആരോട് ചോദിച്ചാലും ആവലാദികളുടെയും വേവലാദികളുടെയും പരാതി പറച്ചിലല്ലാതെ ഒരു മനുഷ്യനെ ധൈര്യപ്പെടുത്താൻ കഴിയുന്ന, ബലപ്പെടുത്താൻ കഴിയുന്ന, ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു വാക്കാണോ നിന്റെ വായിൽ നിന്ന് ദൈവപൈതലേ ഈ നാടുകളിൽ വരുന്നത്? ആവലാതി പിടിച്ച്, വേവലാതി പിടിച്ച്, കൊറോണ പിടിക്കുമോ എന്ന് പേടിച്ച് നിലവിളിച്ച് ഒരു പക്ഷെങ്കിലും നിന്റെ അടുത്തോട്ട് വിളിക്കുന്ന ഒരുവനോട് നീ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊറോണ വന്ന് മരിച്ചുപോയ 10 പേരുടെ കഥയോട് അങ്ങോട്ട് വിവരിച്ച് അവന്റെ ഉള്ള ജീവനോട് എടുക്കാതെ, സഹോദര ബലപ്പെട, ദൈവമറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല, നമുക്കൊന്നും വരത്തില്ല, നമ്മുടെ സർവശക്തനായ ദൈവം ഇതിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ ശക്തനാണെന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞ് അവനെ സാന്ത്വനപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ദൈവമക്കളാണെന്ന് പറയുന്നതിന് ഇന്ന് പകൽക്കാലം ലജ്ജിക്കണം. അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് ലേഖനം എഴുതിയപ്പോൾ, 1-ാം ലേഖനം 1 Peter chapter 5 verse 6 and 7, 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ എന്താണ് അവിടെ ഓർപ്പിക്കുന്നത്? Cast all your anxiety on him because he cares for you. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. Humble yourself therefore under the mighty hand of God that he may exalt you in due time. തക്ക സമയത്ത് നീട്ടപ്പെടുന്ന ഒരു കരമുണ്ട് എന്റെ സഹോദര. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. തക്ക സമയത്ത് നിന്റെ അരികിൽ ഇറങ്ങി വരുന്ന ഒരു സാന്നിധ്യമുണ്ട്. തക്ക സമയത്ത് നിന്റെ ചെവികളിൽ മന്ത്രിക്കുന്ന ഒരു മൃദു സ്വരമുണ്ട്. തക്ക സമയത്ത് നിനക്ക് വേണ്ടി നീട്ടപ്പെടുന്ന ഒരു രക്ഷയുടെ കരമുണ്ട്. അതിനു വേണ്ടി നീ അവന്റെ കയ്യിൽ നിന്ന് താണിരിക്കുക. 7-ാം വാക്യം, അടുത്ത വാക്യം, Cast all your care upon him for he careth for you. ഇത് പറഞ്ഞവൻ ലോകത്തിൽ ആരുമില്ല. നിന്റെ സകല ചിന്താകുലങ്ങളും എന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ഒരുവനെ ഈ മാനവരാശിയിൽ നാം കണ്ടിട്ടുള്ളോ, നാം കേട്ടിട്ടുള്ളോ? അത് മറ്റാരുമല്ല, ഞാൻ പ്രസംഗിക്കുന്ന ഈ യേശുവാണ്. അവൻ മാത്രമേ ലോകത്തിൽ വന്ന് നിങ്ങളുടെ ഭാരങ്ങളെ എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ആ ഭാരങ്ങളെല്ലാം അവന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ പത്രോസ് വിളിച്ചു പറയുന്നത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുകയും. നിന്റെ ഭാരങ്ങളും വേദനകളും വഹിക്കുവാൻ ഒരുവൻ ഉള്ളപ്പോൾ എന്തിനാ സഹോദര ഈ ഭാരമെല്ലാം എടുത്തുകൊണ്ട് നടക്കുന്നത്? ഒന്ന് ഇറക്കി വെക്കുന്ന പകൽക്കാലം. ഇന്ന് പകലിൽ നിന്റെ ഭാരങ്ങളും ആകുലതകളും ഭയവും നിന്റെ ഹൃദയത്തിൽ നിന്നും നിന്റെ ചിന്താമണ്ഡലത്തിൽ നിന്നും ദൈവം ഇറക്കി മാറ്റുന്ന പകലായി.
കാസ്റ്റ് ഔട്ട് ഓൾ യുവർ ബർഡൻസ്. ശാസിച്ച് പുറത്താക്കുക നിന്റെ അകത്ത് വന്നിരിക്കുന്ന ഭയത്തെ. എൻ്റെ അടുത്തുള്ളവർക്ക് പോലും വന്നുപോയി, എൻ്റെ കമ്പനിയിലുള്ളവർക്ക് ഒത്തിരി പേർക്കായി, എൻ്റെ അയലോകത്തെ ഫ്ലാറ്റിൽ ഈ രോഗം വന്നു, നാളെ എൻ്റെ ഗതി എന്താകുമെന്നൊക്കെ നീ ചിന്തിക്കുന്നെങ്കിൽ ആ ഭാരത്തെ പുറത്താക്കുക, ആ ഭയത്തെ പുറത്താക്കുക. എന്ത് സംഭവിച്ചാലും നിന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു ഉറപ്പ് നിന്റെ ഹൃദയത്തിൽ ഒന്ന് പകരപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ പലരും എന്നോട് പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ചില പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമെന്ന് വിളിച്ചു പറയുകയും ഫോണിൽ കൂടെ ചിലരോട് സംസാരിക്കാനൊക്കെ എനിക്കിടയായി. മനുഷ്യൻ വളരെ ഭയത്തില്ല. ജോലി നഷ്ടപ്പെട്ടു, വിസ ക്യാൻസലാക്കപ്പെട്ടു, ശമ്പളം ലഭിക്കുന്നില്ല, നാട്ടിലേക്ക് പോകാൻ ഫ്ലൈറ്റ് ഇല്ല, ഇനി ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് ടിക്കറ്റ് ചാർജ് വളരെ കൂടുതലാണ്, ഞാൻ എങ്ങനെ കയറിപ്പോകും, ഇനി എങ്ങനെങ്കിലും ആരെങ്കിലും ഔദാര്യമായിട്ടൊരു ടിക്കറ്റ് തന്ന് ഞാൻ കയറിപ്പോയാൽ ഇതുവരെ ഞാൻ സമ്പാദിച്ചതൊന്നും ബാക്കി കയ്യിലില്ല, കുടുംബത്തിന്റെ അന്നത്തെ ചെലവുകൾ നടത്തി പോകാനുള്ളത് ഞാൻ അയച്ചു കൊടുത്തു, അതൊക്കെ അവിടെ ചെലവായി, അവിടെ ചെന്നാൽ ഞാൻ എങ്ങനെ ജീവിക്കും? ആശങ്കകളുടെ നടുവിലാണ് പ്രവാസി. ആ പ്രവാസിയോട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനുള്ളത് മറ്റൊന്നുമല്ല. നിന്റെ ഭയം കൊണ്ട് നിനക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ല. നോർമൽ രീതിയിൽ ഈ ഭയവും ഒക്കെ ഒന്ന് ഇറക്കി വെച്ച് ഈ ആൻസൈറ്റി, ഈ ടെൻഷൻ ഒന്ന് മാറ്റാൻ എന്തു ചെയ്യണമെന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളെ നിങ്ങളെ വേഗത്തിൽ 2-3 പോയിന്റ്സ് ഓർപ്പിക്കാൻ ഞാൻ കർത്താവിൽ സമർപ്പിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമത്, യു ഹാവ് ടു സെറ്റ് റൈറ്റ് യുവർ തിങ്സ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള നിന്റെ ഇടപാടുകളെല്ലാം നേരെയാക്കുക. എന്ന് പറഞ്ഞാൽ എന്റെ കഴിഞ്ഞകാല പ്രവൃത്തികളുടെ ഫലമാണ് ഞാൻ ഇന്ന് കടന്നു പോകുന്ന കഷ്ടത എന്ന് ചിന്തിച്ച് കഴിഞ്ഞ നാളുകളിൽ ഞാൻ എടുത്ത ചില തീരുമാനങ്ങളുടെ, എന്റെ ജീവിതത്തിൽ വന്നുപോയ ചില കുറവുകളുടെ, എന്റെ ജീവിതത്തിൽ വന്ന ചില പാപത്തിന്റെ പരിണിത ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നതെന്നുള്ള ചിന്തയിട്ട് നീ ഉള്ളിൽ നീറുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ കാര്യം ഓർപ്പിക്കട്ടെ. കുഞ്ഞെ, ഇന്ന് പകലിൽ നീ ദൈവവുമായിട്ട് നിന്റെ കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ ഒരല്പസമയം ഒന്ന് വേർപെടുത്തുക. ഇതുവരെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്ന് നിരപ്പ് പ്രാപിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും പാപത്തെക്കുറിച്ച് ദൈവാത്മാവ് ഓർപ്പിക്കുന്നുവെങ്കിൽ അതൊന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരുണ പ്രാപിച്ചു കഴിയുമ്പോൾ നിന്റെ ഹൃദയത്തിന് വരുന്ന ദിവ്യ സമാധാനമുണ്ടല്ലോ, അതൊരു വലിയ വിടുതലാണ്, അതൊരു വലിയ ആശ്വാസം. ഇല്ല എങ്കിൽ നീ അത് ഓർത്തോർത്ത് ചിന്തിച്ച് അതുകൊണ്ടാണോ ഇത് സംഭവിച്ചതെന്ന് പിന്നെയും നീറി നീ രോഗിയായി മാറാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന്, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. 2, മനുഷ്യനോടാണ് നിനക്ക് നിരപ്പ് പ്രാപിക്കാനുള്ളതെങ്കിൽ അത് ചെയ്യുക. അത് ചെയ്ത് നീ ആശ്വാസം കണ്ടെത്ത്
നിന്റെ ചിന്തകൾക്ക് ഒരവസാനം വരും. സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം നിന്റെ ഉള്ളിൽ പകരപ്പെടും. 2, ഈ കൊറോണ കാലത്ത് വൈദ്യശാസ്ത്രം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഈ രോഗത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുവാൻ, ആരോഗ്യത്തോടെ ഇരിക്കുവാൻ എല്ലാവരും നല്ലവണ്ണം ഉറങ്ങണം. ദൈവം സഹായിച്ച് ഉറങ്ങാനൊന്നും പണ്ട് ഒട്ടും സമയമില്ലാതിരുന്ന നമുക്ക് ഈ കൊറോണ എത്ര നല്ല കാലമാണ് നമുക്ക് തന്നിരിക്കുന്നത്. തിരക്കോട് തിരക്ക്, തിരക്കോട് തിരക്ക്, ബിസിയോട് ബിസി. എന്തൊരു ബിസിയായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ, ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ, ഞാൻ അവിടെ ആ കമ്മിറ്റിക്ക് ചെന്നില്ലെങ്കിൽ, ഞാൻ അവിടെ പോയി പ്രസംഗിച്ചില്ലെങ്കിൽ ഏതാണ്ട് മല മറിയുമെന്നൊക്കെയായിരുന്നു നമ്മളെ ചിന്ത. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലല്ലോ, വീട്ടിലിരുന്നിട്ട് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ. എന്നാൽ ഉറങ്ങാൻ പറയുമ്പോൾ പലരും പറയുന്ന ഒരു മറുപടിയുണ്ട്, പാസ്റ്ററെ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. വെറുതെ തിരിഞ്ഞും മറിഞ്ഞും കട്ടിലേക്ക് കിടക്കുക, ഉറക്കം വരുന്നില്ല. ഉറങ്ങാനും കർത്താവിന് നിന്നെ സഹായിക്കാൻ പറ്റും. ഉറക്കം വരുന്നാണെന്നല്ലോ വേദോസ്തവം പറഞ്ഞിട്ടുണ്ടോ പാസ്റ്റർ എന്ന് ചോദിച്ചാലുണ്ട്. അങ്ങനെ ഒരു വാക്യം കണ്ടിട്ടില്ലായിരിക്കുമല്ലേ? പറഞ്ഞു തരാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 12-ാം വാക്യം. The Gospel of John, chapter 11, verse 12. Gospel of John, chapter 11, verse 12. ലാസറിന്റെ മരണത്തെ കുറിച്ച് വിവരമറിഞ്ഞപ്പോൾ യേശു പോകാതെ അവിടെ 2-3 ദിവസം തങ്ങി. ശിഷ്യന്മാർ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ verse 11, just turn to verse 11. ശിഷ്യന്മാർ these things, ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. എന്ന് വെച്ചാൽ ലാസർ ഉറങ്ങുക. അടുത്ത മറുപടി ശിഷ്യന്മാരുടെ കേട്ട് 12-ാം വാക്യം. ശിഷ്യന്മാർ അവരോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവൻ ഉറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല, ഉറക്കം നല്ലതാ, അവന് സുഖം വന്നോളൂ അല്ലേ? ഉറങ്ങുന്നവന് സൗഖ്യം വരും, കാര്യം മനസ്സിന് സന്തോഷം ഉണ്ടാവും. അതേപോലെ തന്നെ സങ്കീർത്തന പുസ്തകത്തിൽ 4-ാം അധ്യായം 8-ാം വാക്യം, Psalms 4 verse 8. എന്താണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഉറക്കത്തെ കുറിച്ച്? സങ്കീർത്തനം 4:8 ഇങ്ങനെ ഓർപ്പിക്കുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അപ്പോൾ ദൈവം ഉള്ളിൽ ഒരു സമാധാനവും ദൈവം ഉള്ളിൽ നിന്ന് നമ്മുടെ ഭയവും എടുത്തു മാറ്റിയെങ്കിൽ മാത്രമേ നമുക്കൊരു ഉറക്കം കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഉറക്കം വരാത്ത പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുക, നീ പ്രാർത്ഥിക്ക് ദൈവത്തോട്, കർത്താവേ ഇന്ന് പകല് അല്ലെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് സമാധാനത്തോടൊന്ന് ഉറങ്ങി ആരോഗ്യത്തോടെ നാളെ ഒന്ന് എഴുന്നേൽക്കുവാൻ ഉള്ള കൃപ തരണമെന്നൊന്ന് പ്രാർത്ഥിക്കാം. I will both lay me down in peace and sleep, for thou, Lord, only maketh me dwell in safety. ദൈവത്തിന്റെ ദൂതന്മാർ തന്നെ കാവൽ ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിനാ ഭയപ്പെടുന്നേ? സമാധാനത്തോടെ നീ കിടക്ക്, ഒന്ന് ഉറങ്ങും നല്ലതുപോലെ. ഉറക്കം ഇതിനാവശ്യമാണ്. 3, be more realistic. പരിസ്ഥിതികളോട് ഒരു യാഥാർത്ഥ്യ ബോധത്തോടുള്ള ഒരു സമീപനമാണ് ഈ ദിവസങ്ങളിൽ വേണ്ടത്. ബി മോർ റിയലിസ്റ്റിക്.
എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം? യാഥാർത്ഥ്യം മറ്റൊന്നുമല്ല, ഈ ബാധ പടരുന്നതാണ്, ഇതെവിടെയും കയറി ചെല്ലാവുന്നതാണ്, ഇതെനിക്കും പിടിക്കാവുന്നതാണ്. ഇനിയും എനിക്ക് പിടിച്ചാലും എന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇതിൽ നിന്ന് ഞാൻ വ്യത്യസ്തനല്ല, മാറിയിരിക്കുന്നവനല്ല എന്ന് ഉള്ള ചിന്ത അങ്ങ് മാറ്റാൻ, ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വാ. ഇന്ന് ലോകം പറയുന്നു ഉടനെ ഒന്നും ഇതിനെ നിർമൂലമാക്കാൻ സാധ്യമല്ല. ഈ യാഥാർത്ഥ്യം ഒന്ന് തിരിച്ചറിയും. കൊറോണ വാർഡുകളിൽ ജോലി ചെയ്യുന്ന സഹോദരിമാരോട് സംസാരിക്കുമ്പോൾ അവരെന്നോട് പറയുന്ന ഒരു വാക്കാണ് പ്രാർത്ഥിക്കണം. 2, പാസ്റ്ററെ എന്നിതൊന്ന് തീരും. 10 പേരെ ഞങ്ങൾ സൗഖ്യമാക്കി വീട്ടിലോട്ട് പറഞ്ഞു വിടുമ്പോൾ അടുത്ത 10 ആ ബെഡുകളിൽ വരികയാണ്. സൗഖ്യമാക്കി വിടുന്നതിന്റെ സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരാശ്വാസമായി മാറുന്നതിന് മുമ്പ് ആ ബെഡുകൾ വീണ്ടും നിറയുക. എന്നിതിനൊരവസാനമുണ്ട് എന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ ഇതോടനെ അവസാനിക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നാം ഒന്ന് ജീവിക്കാൻ പഠിക്കുക. ബി റിയലിസ്റ്റിക്. ഈ ദേശത്തിലെ തലവൻ ഇന്നലെ ഒരു വലിയ പ്രസ്താവന നടത്തി. കൊറോണയ്ക്ക് ശേഷമുള്ള ലോകം അതിന് മുമ്പലത്തെ പോലെ അല്ല. പലതും വെട്ടിച്ചുരുക്കി ഒന്നാക്കേണ്ടി വരും, പലതും ചുരുങ്ങും, പല ചെലവുകളും ചുരുക്കേണ്ടി വരും. പണ്ടത്തെ പോലെ ജീവിക്കാൻ കഴിയത്തില്ല എന്ന് ലോക നേതാക്കന്മാർ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയുള്ള വട്ടക്കൂട്ടുകൾ അവർ ഒരുക്കുമ്പോൾ വിശ്വാസിയെ നീയും കൂടി ഇതൊന്ന് യാഥാർത്ഥ്യമായിട്ട് ഏറ്റെടുക്കുക. ഞാൻ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് നീ കുറെ കാലം മുൻപോട്ട് ജീവിച്ചേ മതിയാകൂ. ട്രാവൽ ഇൻഡസ്ട്രിയിലുള്ള വിദഗ്ധന്മാർ പറയുന്നു, പ്ലെയിൻ യാത്രകളൊന്നും ഇനി പണ്ടത്തെ പോലെ ആയിരിക്കത്തില്ല. എല്ലാത്തിനും ചെലവ് കൂടും. കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് ഇനിയും അങ്ങോട്ട് യാത്രയുള്ളൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരു വാക്ക് ഇങ്ങനെ പ്രസ്താവിച്ചു: മുൻപോട്ടുള്ള കാലം മാസ്ക് ധരിച്ചുകൊണ്ട് ജീവിക്കാൻ നാം പഠിക്കുക. ഇതൊന്നും പെട്ടെന്ന് ഊരി വെക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. മറിച്ച് ഇതൊക്കെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള യാഥാർത്ഥ്യ ബോധം, ദ റിയലിസ്റ്റിക് തോട്ട്സ് ആണ് ഈ നാളുകളിൽ നിനക്ക് വേണ്ടത്. അതുകൊണ്ട് നാളെ എന്ന് ചിന്തിക്കുമെന്ന് വിചാരിച്ച് ഭാരപ്പെടാതെ നീ ഇന്ന് എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണം. ഇന്ന് ഈ സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യാം? വചനവും അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നാളെയെ കുറിച്ച് നീ വിചാരപ്പെടേണ്ട. നാളെ നിനക്കുള്ളതല്ല. നാളെ നാളേക്ക് വേണ്ടി കരുതിക്കൊള്ളൂ. Do not be anxious about tomorrow, because tomorrow doesn't belong to you. നമുക്ക് വന്ന പ്രോബ്ലം എന്തുവാ? നമ്മളെ ലോകം പഠിപ്പിച്ചത് എന്തുവാ? കൊച്ചുണ്ടായപ്പോഴേ തേക്കും തൈ വെച്ചാൽ അതിന് 18 വയസ്സാകുമ്പോഴത്തേക്ക് തേക്ക് വെട്ടി വിറ്റാൽ കൊച്ചിനെ കെട്ടിക്കാം എന്ന് പറഞ്ഞ് തേക്കും വെച്ച് വെള്ളം ഒഴിച്ച് കാത്തിരിക്കുന്നവനോട്
സ്വർഗത്തിലെ ദൈവം പറയുന്ന ഒരു ചോദ്യമുണ്ട്, മൂട, ഇന്ന് നിന്റെ തേക്കിനെ പുഴു കുത്തിയാൽ നീ എന്ത് ചെയ്യും? നാളെ നിന്നെ എങ്ങനെ കരുതണമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം നിനക്ക് തന്ന ആവണക്കുകളുടെ അടിയിൽ നീ സുഖത്തോടിരിക്കാമെന്ന് വിചാരിച്ചു പോയതാ നമ്മൾ കാണിച്ച തെറ്റ്. We were enjoying the comforts of the gifts what God has given us. Today when God is taking them one by one, you are becoming so anxious about that. അത് തന്നെയല്ലല്ലോ, നമ്മൾ ഭയപ്പെടുന്നതും ഭാരപ്പെടുന്നതും ഒന്നും ഇതുവരെ നമുക്ക് സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ ഓർത്താം, അല്ലേ? രോഗം വന്നവർക്ക് ഇപ്പൊ ആ ഭാരമില്ല, കാരണം ഇത്രയുള്ളത് അവർക്ക് മനസ്സിലായി. വരാത്ത നമുക്ക് ആദ്യം. പണ്ടൊരിക്കല് ഒരു കടലിന്റെ കരയില് കുത്തിയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുവനോട് ചോദിച്ചു, മനുഷ്യ, നിങ്ങൾ എന്തിനെങ്കിലും ഇരുന്ന് കരയുന്നു? അല്ല, ഞാൻ ഓർത്തു പോവായിരുന്നു, ഈ കടലെങ്ങാണം പറ്റിപ്പോയാൽ, അക്കരെ നിൽക്കുന്ന പട്ടി ഇക്കരെ വന്നാൽ, അതെന്നെ കടിച്ചാൽ ഞാൻ ചാകത്തില്ലയോ? എന്തെല്ലാം ചിന്തയാണ് നമ്മുടെ. പട്ടി നിൽക്കുന്നത് മൈലുകൾക്ക് അപ്പുറത്താ, അതിന് നടുക്കൊരു കടലുണ്ട്. ഈ കടല് പറ്റത്തില്ലെന്നുള്ളൊരു ബോധ്യം വേണ്ടേ? ഇനി പറ്റിയാൽ, പട്ടി ഇപ്പുറത്ത് വന്നാൽ, അതെന്നെ കടിച്ചാൽ, ഇതെല്ലാം ഈ നാടുകളിൽ നമ്മുടെ ചിന്തകളെല്ലാം, ഭയങ്ങളെല്ലാം. അതുകൊണ്ട് കടല് പറ്റുന്ന ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇന്നത്തെ ദിവസത്തെ അഭിമുഖീകരിക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ഒരു ദൈവവേദന ചെയ്യേണ്ടത്. 4, ലിസൺ ടു ദ കംഫർട്ടിംഗ് വേർഡ്സ്. ആശ്വാസം തരുന്ന വചനങ്ങള്, പാട്ടുകളൊക്കെ ഒന്ന് കേട്ട് സന്തോഷിക്കും. എത്രയോ നാളുകളായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പാട്ടുകളാണ് ഇപ്പം ആരാധനയ്ക്ക് നമ്മൾ കേൾക്കുന്നത്. കാര്യം പണ്ടിതൊന്നും പാടാനൊക്കത്തില്ലായിരുന്നു. അതൊക്കെ തമ്പാറിന്റെയും കീബോർഡിന്റെ വൃതത്തിലൊന്നും ഇത് പോകത്തില്ല. അതുകൊണ്ട് കഴിവതും ഇത്തിരി പാട്ടുകൾ സെലക്ട് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ എന്തോ ഒരു ആശ്വാസം നൽകുന്ന, നല്ല സന്തോഷമുള്ള, അർത്ഥമുള്ള പാട്ടുകളാണ് ഇതൊക്കെ. പാടാൻ നമ്മൾ മറന്നുപോയില്ലേ? ഒന്ന് മടങ്ങി വാ, ആ പാട്ടുകളൊക്കെ ഒന്ന് പാടി സന്തോഷിക്കുക. ആശ്വാസം തരുന്ന നല്ല വചനങ്ങളൊക്കെ ഒന്ന് കേൾക്ക്. ഇന്ന് വചനത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. സർവത്ര ഓൺലൈൻ അല്ലേ ഇന്ന്? സകല പുള്ളികളും ഇന്നുണ്ടല്ലോ. വാട്സപ്പിനകത്ത്, ഫേസ്ബുക്കില് ഏത് വേണം ഒന്ന് മാറ്റി, ചാനൽ മാറ്റി മാറ്റി കാണുന്നത് പോലെ. ഒന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്തതിലോട്ട് സ്വിച്ച് ചെയ്ത് ഇഷ്ടമുള്ളത് കേൾക്കത്തക്ക പോലെ ദൈവം തന്നേക്കുകയില്ലേ? ഇപ്പൊ കേട്ട് ആശ്വസിക്കും. അതിലുപരി വചനം വായിച്ച് ദൈവത്തിന്റെ അരുളപ്പാടുകളും ദൈവത്തിന് നിന്നോട് തരാനുള്ള ആശ്വാസ വചനങ്ങളും വായിച്ച് ദിവസങ്ങളിൽ ബലപ്പെടും. 5, talk to someone who can help you. നമ്മൾ മറന്നു പോകുന്ന ഒരു വിഷയമായി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആരോടും പറയത്തില്ല, അകത്തിങ്ങനെ കൊണ്ട് നടക്കും. നിനക്കൊരാശ്വാസം കിട്ടണമെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ഭാരം ഒന്ന് ഇറക്കി വെക്കുക. നിനക്ക് പറയാനൊരു ദൈവം നിന്റെ കൂടെയുണ്ട്. അതിനുപരിയായി
നിനക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന, പറഞ്ഞാൽ നിനക്കൊരാശ്വാസവാക്കും തിരിച്ചു പറഞ്ഞു തരുന്ന, പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയോട് നിന്റെ ഹൃദയത്തിന്റെ വേദനകളും ആവലാതികളും ഭയവും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും. ഈ മഹാവ്യാധി വന്നിട്ട് പോലും ആരോടും അറിയിക്കണ്ട എന്ന് പറയുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുമുണ്ട്. എനിക്ക് കൊറോണ വന്നു ആരെങ്കിലും അറിയുന്നത് ഏതാണ്ട് നാണക്കേട് പോലെ വിചാരിക്കുന്നവരുണ്ട്. നീ പറഞ്ഞില്ലെങ്കിൽ, നിന്റെ ആവശ്യം പറഞ്ഞില്ലെങ്കിൽ, ആരോടെങ്കിലും അറിയിച്ചില്ലെങ്കിൽ എങ്ങനെ അറിയാനാ? ഈ ദിവസങ്ങളിൽ എന്റെ ഹൃദയത്തിലെ ഒരു ഭാരമാണ്. എങ്ങനാ ചോദിക്കുന്നത്? പലപ്പോഴും ദൈവമക്കളോട് സംസാരിക്കുമ്പോൾ പുറമേയൊക്കെ ചോദിക്കും, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, എല്ലാം നടക്കുന്നോ, എന്തോ ആയിട്ട് കഴിച്ചത്, മറ്റൊന്നും കൊണ്ടും അല്ലാതെ ചോദിക്കുന്നത് ചാപ്പാട് വല്ലതും ഉണ്ടായിരുന്നോ എന്ന് അറിയാനാ. നേരിട്ട് അരിയോ സാധനമോ വല്ലോ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോ അവരുടെ അഭിമാനത്തിന് ക്ഷതം തട്ടിയാലോ. സഹോദര, നിനക്കൊരു പ്രയാസമുണ്ടെങ്കിൽ ഒന്ന് പറ. നീ ഒന്ന് തുറന്ന് ആരോടെങ്കിലും ഒന്ന് പറ. പറഞ്ഞെങ്കിലല്ലേ നിനക്ക് വിശ്വസിക്കാമെന്ന് കൊള്ളാവുന്ന ആരോടെങ്കിലും അതൊന്ന് ഷെയർ ചെയ്യും. അറിഞ്ഞെങ്കിലല്ലേ ആർക്കെങ്കിലും നിന്നെ സഹായിക്കാൻ കഴിയൂ. ഒന്നുകിൽ നിന്റെ ഒരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല റിലേറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ നിന്റെ സഭയിലെ പാസ്റ്ററായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൗൺസിലറോടായിരിക്കാം. ആരോടെങ്കിലും നിന്റെ ഹൃദയത്തിന്റെ വിഷമം ഒന്ന് പകരം പറഞ്ഞു കഴിയുമ്പോൾ അങ്ങ് ആശ്വാസം വരും. അണ പോലെ കെട്ടി നിർത്തിയാൽ, ഒഴുക്കില്ലാതെ അത് അവിടെ കെട്ടിക്കിടന്നാൽ ഏത് നിമിഷവും പൊട്ടിച്ചു പോകത്തക്ക പ്രഷർ നിന്റെ ഹൃദയത്തിൽ വരും. അതുണ്ടാകാതിരിക്കാൻ അതൊന്ന് തുറന്ന് അഴിച്ചുവിട്, ഒന്ന് പോട്ടെ. ഇനി പുറത്ത് ആരോടും പറയാനൊക്കത്തില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ദൈവം നിന്റെ കൂടെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരെണ്ണത്തിനെ തന്നിട്ടുണ്ടല്ലോ. നിന്റെ ഹൃദയം അവളോടും, അവൾക്ക് അവളുടെ ഹൃദയം നിന്നോടും പകരാമല്ലോ. ഇന്ന് അതിനൊക്കെ ഇഷ്ടം പോലെ സമയം ദൈവം തന്നിട്ടുണ്ട്. ഒരു രസകരമായ പഠനം കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിയിക്കപ്പെട്ടത് പറയുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്തതല്ല ഞാൻ ഈ പറയുന്നത്. ഈ കൊറോണ ലോക്ക്ഡൌണിന് ശേഷം ലോകത്തിലെ പോപ്പുലേഷൻ വർദ്ധിക്കാൻ പോകുകയാണ്. 56ഉം 60ഉം വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കൊക്കെ കുഞ്ഞുങ്ങളെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടും അവര് ഒരുപാട് മരുന്നൊക്കെ കഴിച്ചതാ. അന്നൊന്നും ഈ മരുന്ന് ഫലിച്ചില്ല. ഇപ്പൊ എന്തോ വ്യത്യാസം? ഭാര്യയ്ക്കും ഭർത്താവിനും സന്തോഷത്തോടെ പരസ്പരം ഒന്ന് സംസാരിച്ച് സ്നേഹത്തോടെ ഇടപെടുവാൻ ദൈവം ഇപ്പോൾ സമയം തന്നു എന്നുള്ളത് മാത്രമാണ് അതിന്റെ വ്യത്യാസം. പണ്ട് എത്രയോ കാശ് കൊണ്ട് ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾക്ക് കൊടുത്തു. എന്തൊരു വേസ്റ്റ് ആയി പോയി അല്ലേ? അപ്പോൾ ആവശ്യം എന്തായിരുന്നു? നിനക്ക് നിന്റെ കൂടെ വസിക്കാൻ തന്നിരിക്കുന്ന നിന്റെ കൂട്ടാളിയുമായിട്ട്, നിന്റെ ഇണയുമായിട്ട് ഒന്ന് സംസാരിക്കുവാനും ഇടപഴകുവാനും ഒരല്പം കൂടെ സമയം കിട്ടിയതിന്റെ സന്തോഷം എനിക്ക് നിങ്ങളുടെ മുഖത്തും കാണാനുണ്ട്. Talk to someone who can help you. ആറാമതായിട്ട് വളരെ അത്യാവശ്യമായി ഓർപ്പിക്കേണ്ട ഒരു വിഷയം, ടേക്ക് ആക്ഷൻ. ഒരാക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം.
എന്താണ് ആക്ഷൻ? If there is something which you can do practically to avoid needless danger which can come tomorrow, take an action today. വിവരിക്കാം. നാളെ നിന്നെ പ്രതിസന്ധിയിൽ എത്തിക്കാമെന്നുള്ള ഒരു അപകടം നീ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇന്ന് എന്തെങ്കിലും പ്രതിവിധി എടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ഇന്ന് എടുക്കുക. അത് നാളത്തേക്ക് വെച്ചോണ്ടിരിക്കാതിരിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വിവരിക്കാം. എനിക്ക് വരുമാനം കുറഞ്ഞു. കാശ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഒരു 4 വീൽ ലാൻഡ് ക്രൂയിസർ ഒക്കെ മേടിച്ച് ഉപയോഗിച്ചു. ലാൻഡ് ക്രൂയിസർ ഇല്ല, അതിന് താഴെ ഒരു ചെറിയ വണ്ടിയേ ഉള്ളൂ. ഉദാഹരണമാണ്. ഇന്നെന്റെ വരുമാനം കുറഞ്ഞു. എനിക്ക് അതിന്റെ പ്രീമിയം അടയ്ക്കാൻ, ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ ഇന്നത്തെ എന്റെ വരുമാനത്തിൽ സാധ്യമല്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ അടവുകൾ നിന്ന് കൊടുക്കാൻ പറ്റാതെ അത് കേസായി. ഞാൻ അതിനകത്ത് കുടുങ്ങി. ഒരിക്കലും നാട്ടിൽ പോകാൻ അപ്പാത്ത നിലയിൽ ഒരു പ്രതിസന്ധിയിൽ ഞാൻ എത്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇന്ന് തിരിച്ചറിയുന്നെങ്കിൽ നീ അത് വിറ്റിട്ട് ബാങ്കിന്റെ കടം തീർത്ത് ഒരു ചെറിയ കൊറോള മേടിച്ച് നടക്കുന്നതാ ബുദ്ധി. ആ ആക്ഷൻ ഇന്ന് എടുക്കണമെന്നാ പറഞ്ഞു. ഈ എക്സാമ്പിളിനെ നിങ്ങളുടെ ജീവിതത്തിൽ അധിക ചെലവായിട്ടുള്ള എന്ത് സാധനത്തിനോട് ഉപമിക്കാം. നാളെ വലിയ ഒരു മഹാ അപകടത്തിൽ ചെല്ലുന്നതിന് മുമ്പ് ഇന്നെടുക്കേണ്ട എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതെടുക്കുന്നവനാ ബുദ്ധിമാൻ. അതിന് ദൈവം നമുക്ക് വിവേകം തന്നിട്ടുണ്ട്. അത് ചെയ്യാതിരുന്നിട്ട് നാളെ കടന്ന് നിലവിളിച്ച് നെഞ്ചത്ത് ഇട്ട കൈയടിച്ചാൽ ഈ പറയുന്ന വിശ്വാസ സമൂഹം പോലും സഹായിക്കത്തില്ല. എല്ലാ കാര്യം ഇനിയിപ്പൊ ഞാൻ അടുത്ത ദിവസം പറയുക, സഭയിലുള്ള ദൈവമക്കളെല്ലാം സഹായിക്കണം, എന്റെ ലാൻഡ് ക്രൂയിസറിന് കാശ് അടയ്ക്കാൻ എന്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ തന്നോട് ആര് പറഞ്ഞോളൂ ഇത്രയും വലിയ വണ്ടി എടുത്ത് നടക്കാൻ എന്നുള്ള മറുപടി എനിക്ക് കിട്ടത്തുള്ളൂ എന്ന് 100% അറിയാം. അതുകൊണ്ട് ബുദ്ധിയോടെ പെരുമാറുക. നാളെ സംഭവിക്കാവുന്ന അപകടങ്ങളെ തിരിച്ചറിഞ്ഞ് ഇന്നെടുക്കേണ്ടതായ ആക്ഷൻസ് എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അത് ചെയ്യുക. കഴിഞ്ഞ ഒരു ദിവസം ഒരു സഹോദരനോട് ഞാൻ ചോദിച്ചു, ബ്രദറെ, ഓൺലൈനിൽ ഒന്നും കാണുന്നില്ലല്ലോ എന്നാണ്. വളരെ രസകരമായ ഒരു മറുപടി, രസകരമല്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മറുപടി. ഞാൻ ആ മറുപടിയിൽ വാസ്തവത്തിൽ സന്തോഷിച്ചു. ആ സഹോദരൻ പറഞ്ഞ മറുപടി ഇത്, ഈ സഭയിൽ തന്നെയുള്ള സഹോദരൻ, പാസ്റ്ററെ, എന്റെ ജോലി പോകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് എന്റെ കയ്യിലുള്ള കാശ് ഞാൻ ചെലവാക്കി നെറ്റ് റിന്യൂ ചെയ്യാനൊന്നും ഞാൻ ശ്രമിച്ചില്ല. കാരണം വരാനിരിക്കുന്ന അപകടം എനിക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. ഇന്നെടുക്കേണ്ട തീരുമാനങ്ങൾ ഇന്നെടുത്തില്ലെങ്കിൽ നാളെ വിഷമിക്കേണ്ടി വരുമെന്നുള്ളത് വേദപുസ്തകവും നമ്മെ ഓർമ്മിക്കുന്ന വിഷയമാണ്. വാഴ്ത്തപ്പെട്ട കർത്താവ് ഉറുമ്പിനെ നോക്കി പഠിക്കാനൊക്കെ നമ്മളെ ഉപമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കരുതണമെന്ന് ചോദിച്ചാൽ ദൈവം കരുതത്തില്ലയോ? കരുതും. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യവും ആയുസ്സും ബലവും ബുദ്ധിശക്തിയും ദൈവം തന്നിരിക്കുമ്പോൾ അത് ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് തീരുമാനങ്ങൾ എടുക്കേണ്ടതും ആവശ്യമാണ്. എന്റെ സമയം തീർന്നതുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ആ വാക്യം പറയുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഓടി വന്നില്ലേ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാമെന്ന് സർവശക്തനായ ദൈവം വാക്ക് പറഞ്ഞെങ്കിൽ, സഹോദര സഹോദരി, ഭയപ്പെടാതെ ഭയത്തെ എന്ന് മാറ്റിക്കളാം.
കാരണം അവൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന വാക്ക് പറഞ്ഞ സർവശക്തനായ ദൈവം എന്റെയും നിങ്ങളുടെയും കൂടുണ്ട്. അവൻ നടത്തുവാൻ ശക്തനാണ്. അവന്റെ വലങ്കരത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ള ഒരു ദൈവമായിരുന്നു. ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നെ നടത്തിക്കൊള്ളാമെന്ന് അവൻ ഉറപ്പ് തന്നെങ്കിൽ അവൻ പാലിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളില് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഭയത്തിൽ നിന്ന്, ഭീതിയിൽ നിന്ന്, ആങ്സൈറ്റിയിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, മനസ്സലിയുള്ള ഞങ്ങളുടെ കർത്താവേ, ഇന്ന് പകൽക്കാലം പിന്നെയും ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധാനത്തിന് കടന്നു വന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ നല്ല ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ വെളിച്ചവും ഞങ്ങളുടെ രക്ഷയും ആകയാൽ ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ദാവീദിനോട് ചേർന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കും ആശ്വസിക്കുവാൻ അവിടുന്ന് നൽകിയ നല്ല സാവകാശത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയോടുള്ള തികഞ്ഞ സ്നേഹം കർത്താവേ ഞങ്ങളുടെ സകല ഭയത്തെയും പുറത്താക്കുന്നതാണെന്ന് ഇന്ന് പകൽ ഞങ്ങളെ ഓർപ്പിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഒരു സൈന്യം ഞങ്ങളുടെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ദാവീദിന് പറയാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ദാവീദിനോട് ചേർന്ന് ഭയങ്ങളെ ആസ്ഥാനത്താക്കിക്കൊണ്ട് ഒരു ജയജീവിതം നയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുന്ന അങ്ങയുടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഇന്ന് പകൽക്കാലം ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഭാരപ്പെട്ട, ഭയപ്പെട്ട, ഭയചകിതരായി വിചാരപ്പെട്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും ഒരാശ്വാസമായി ഇന്ന് പകൽക്കാലത്തെ ആ വചനം ഇറങ്ങിച്ചെല്ലണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ഓരോ ഹൃദയങ്ങളെയും അങ്ങ് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം ഓരോ ജീവിതങ്ങളെയും അവിടുന്ന് സ്പർശിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ആ ജീവിതങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാരത്തിന്മേൽ ഇന്ന് വിടുതലായിട്ട് അവിടുന്ന് പരിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുന്ന് അങ്ങനെ വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പിന്നെയും ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന അപ്പാ, അങ്ങയുടെ ബലമുള്ള കൈക്കീഴിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ. തക്ക സമയത്ത് അവിടുന്ന് ഞങ്ങൾക്ക് ഒരു ഉയർപ്പ് തരുമെന്നും ഞങ്ങളെ എഴുന്നേൽപ്പിക്കുമെന്നും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന അപ്പാ. ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി അന്ത്യം വരെ കാക്കുവാൻ ശക്തനാണെന്ന് പൗലോസിനോട് ചേർന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങളെ നടത്തുന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് സകല ഭയവും നിങ്ങളേൽപ്പിച്ചുകൊണ്ട് സകല ചിന്താകുലങ്ങളും നിന്റെ മേൽ അർപ്പിച്ച് കർത്താവെ, ഭയവും ഭാരവുമില്ലാത്ത ഒരു സമാധാന ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇന്ന് പകൽക്കാലം പിന്നെയും അങ്ങയുടെ വചനത്താൽ ആശ്വസിപ്പിച്ചതിനാൽ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ ഓർക്കുന്ന കർത്താവേ, അവരുടെ ഒക്കെ ആവശ്യങ്ങൾ അങ്ങ് അറിയുന്ന കർത്താവേ. അങ്ങ് ആർക്കും കടക്കാരനല്ല. എത്രയും വേഗം അവർക്ക് ഒരു ഉപജീവന മാർഗം കൊടുത്ത് അവിടുന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശമ്പളമില്ലാതെ ഞെരുങ്ങുന്നവരുണ്ട് കർത്താവേ. ശമ്പളം കട്ട് ചെയ്യപ്പെട്ടവരുണ്ട് കർത്താവേ. അവരെയൊക്കെ ഓർക്കുന്നു. അവരുടെയൊക്കെ ആവശ്യങ്ങളിൽ അങ്ങ് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്കായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരെ ഓർക്കുന്നു കർത്താവെ. കൊറോണ കെയർ സെന്ററുകളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പിന്നെയും ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. സർവശക്തന്റെ പ്രൊട്ടക്ഷൻ അവരോട് കൂടി നിന്ന് അവരെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകലവും ഞങ്ങൾ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടെ ഞങ്ങളെ ആശ്വസിപ്പിച്ചതിനാൽ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തു യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സംബന്ധവും സഹവാസവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടി ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവിലേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. സമാധാനത്തോടെ നമ്മൾക്കായിരിക്കാം. സകല ആശ്വാസത്തിന്റെയും ഉറവിടമായ സർവശക്തനായ ദൈവം
നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിച്ച് വഴി നടത്തട്ടെ. സകല ബുദ്ധിയും കഴിയുന്ന ദിവ്യ സമാധാനം കൊണ്ട് നമ്മെ ദൈവം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.